അസ്സലാമു അലൈക്കും, നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് റബിയുൽ അവൽ 12 മിലാദി ഷരീഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട ദിനം. ഈ ദിനത്തിൽ ഒരു നബിദിന പ്രഭാഷണം കേൾക്കാം. വളരെ ചിന്തനീയമായ പ്രഭാഷണം ഇത്. പ്രഭാഷകൻ സയ്യിദ് അബ്ദുൽ ഖാദർ ബുഖാരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി യദ്രിക്നി യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ഏറ്റവും പവിത്രധന്യമായ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവനേക്കാളും സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിക്കുന്നത്, അവിടുത്തെ മഹബത്ത് വെക്കുന്നത്, അവിടുത്തെ മദ്ഹ് പറയുന്നത് ഇത്ര ശ്രേഷ്ഠമായ ഒരു അമലാണ്. വിളിയങ്കോട് ഉമർ ഖാളി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ മദീനയിൽ ചെന്ന സമയത്ത് അവിടുന്ന് ചൊല്ലിയ പരിശുദ്ധമായ വരികളിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാര്യത്തിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുന്ന അള്ളാഹിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞത്, മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി, മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി, ആര് നമ്മെക്കൊണ്ട് സന്തോഷിക്കുന്നുവോ അവരെ കൊണ്ട് നമ്മളും സന്തോഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്തോഷം കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആ സന്തോഷമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ആ സന്തോഷമാണ് നമ്മൾ പറയുന്നത്. ആ സന്തോഷമാണ് നാം കേൾക്കുന്നത്. ആ സന്തോഷ നിമിഷങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. ആ സമയങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് നമ്മളോട് പറഞ്ഞ മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി, ആരെങ്കിലും നമ്മെക്കൊണ്ട് സന്തോഷിച്ചാൽ അവരുടെ കാര്യത്തിൽ നമ്മളും സന്തോഷിക്കും. അങ്ങനെ സന്തോഷിക്കുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെക്കൊണ്ട് സന്തോഷിക്കുന്ന, നാം കാരണമായി സന്തോഷിക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ, ആശിഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മൾ സന്തോഷത്തോടെ കൂടുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദ്ഹ് പറയുന്നത്, മീലാദ് കൊണ്ടാടുന്നത്. ഖുർആൻ പറയാ, ഖുൽ ബിഫളില്ലാഹി വറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു. അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ വേണ്ടി, ഖുൽ നബിയെ നിങ്ങൾ പറയുക, ബിഫളില്ലാഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ശ്രേഷ്ഠത കൊണ്ട്, വറഹ്മതിഹി, അവൻ്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക, അതുകൊണ്ടവർ ഫൽയഫ്റഹു, സന്തോഷിക്കട്ടെ. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നുണ്ട്, ആ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു. കാരണം ലോകത്തിൻ്റെ റഹ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ലോകത്തിൻ്റെ കാരുണ്യം മുഹമ്മദുർ റസൂലുള്ളയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശലോകങ്ങൾക്ക് കാരുണ്യക്കടലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെക്കുറിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷിതാവാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പരിചയപ്പെടുത്തിയത് റബ്ബുൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവർ, മാസിവൽ ബാരി, മാസിവൽ ബാരി. അല്ലാഹു അല്ലാത്തവർക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷകനാണ്, രക്ഷിതാവാണ്, പടച്ചവനാണ്. അതേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകൾക്കും അല്ലാഹുവല്ലാത്ത ആളുകൾക്കൊക്കെ ഞാൻ എൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ എന്നെ പരിചയപ്പെടുത്തിയത് റബ്ബുൽ ആലമീൻ എന്നാണെങ്കിൽ, അതേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകർക്കും അല്ലാഹുവല്ലാത്തവർക്കെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റഹ്മത്താണ്, അവിടുന്ന് അനുഗ്രഹമാണ്. ആകാശലോകത്തുള്ള മലക്കുകൾക്കും ഭൂമി ലോകത്തുള്ള മനുഷ്യർക്കും ഭൂമി ലോകത്തുള്ള പറവകൾക്കും എല്ലാ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാത്ത ആളുകൾക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റഹ്മത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റഹ്മത്തായിട്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത്, പറയുന്നത്, നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുത്തലഖൻ റഹ്മത്താണ്, നിരുപാധികം റഹ്മത്താണ്, നിരുപാധികം കരുണയാണ്, റഹ്മത്താണ് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ അല്ലാഹു പറയാ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കട്ടെ മുഅ്മിനീങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അതുകൊണ്ടാണ് സയ്യിദുന ഉമർ ഖാളി റളിയല്ലാഹു തആല അൻഹു മദീനത്ത് ചെന്ന സമയത്ത് പാടിയത്, ആ പാട്ടിലുള്ള പരിശുദ്ധമായ ഈണങ്ങളിലുള്ള ആ വരികളിലുള്ള ഈരടുകളിലുള്ളതിനാണ് ബഹുമാനപ്പെട്ടവർ പാടിയത്. ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ عند الإله منعما تنعيما صلوا عليه وسلموا تسليما صلى الله عليك يا رسول الله وسلم عليك يا ഹബീബ് അല്ലാഹ്. ഹുബ്ബുൻ നബി, അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത്, അവിടത്തോടുള്ള സ്നേഹം, അവിടത്തോടുള്ള ഇഷ്ക്, അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള തൃപ്തി. അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചാൽ, തൻ്റെ ജീവൻ സമർപ്പിച്ചാൽ, തൻ്റെ ആത്മാവ് സമർപ്പിച്ചാൽ, തൻ്റെ കുടുംബത്തെ സമർപ്പിച്ചാൽ, തൻ്റെ മക്കളെ സമർപ്പിച്ചാൽ, എല്ലാവരേക്കാളും മുഹമ്മദുർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ, അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചാൽ, ആ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ, ആ ബഹുമാനിക്കുന്ന മുഅ്മിനീങ്ങളിൽ, ആ ഇഷ്ക് വെക്കുന്ന മുഅ്മിനീങ്ങളിൽ, ആ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ റബ്ബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ഹുബ്ബുൻ നബി, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത്, വ മദ്ഹുഹു, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് പറയലും, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് കേൾക്കലും, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹിനെ കുറിച്ച് ആലോചിക്കലും, ആ മദ്ഹിന് വേണ്ടി ഒരുമിച്ച് കൂടലും, അതെല്ലാം അതിൽപ്പെട്ടു. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, വ മദ്ഹുഹു, ഹബീബിൻ്റെ മഹബ്ബത്തും അവിടുത്തെ മദ്ഹും ഖൈറുൽ അമൽ, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അമലുകൾ ഒരുപാടുണ്ട്, ഏതൊക്കെ അമലുകൾ സ്വീകരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് പറഞ്ഞോ ആ അമൽ സ്വീകാര്യമാണ്. അതുകൊണ്ടാണ് സ്വലാത്ത് സ്വീകരിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പേര് ആകാശലോകങ്ങൾ തുറക്കപ്പെടുന്ന പരിശുദ്ധ നാമമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു നാമം, സ്വീകാര്യമായ നാമമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ശരീരം, ഏതെങ്കിലും ഒരു ദാത്ത്, ഏതെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യരായവരായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എണ്ണിയിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ തൗബ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും അവിടുത്തെ മദ്ഹും ഖൈറുൽ അമൽ, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. ഖൈറുൽ അമൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. ഫിഖ്ഹിൽ ഗ്രന്ഥം എഴുതിയ മഹാനാണ് ഉമർ ഖാളി റളിയല്ലാഹു തആല അൻഹു. ഷാഫിഈ മദ്ഹബിലെ ഒരുപാട് പ്രസിദ്ധമായ
ഫത്വകൾ എഴുതിയ മഹാനാണ്, ഖാളിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ബഹുമാനപ്പെട്ടവരാണ് പറയുന്നത്, അമലുകളിൽ പരിശോധിച്ചറിഞ്ഞിട്ട് പറയുന്നത് ഖൈറുൽ അമൽ, അമലുകളെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടത്തോടുള്ള ഹുബ്ബും അവിടുത്തെ മദ്ഹുമാണ്. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ, ആ അമൽ കൊണ്ട്, ആ പ്രവർത്തനം കൊണ്ട്, ആ ഇബാദത്ത് കൊണ്ട്, മദ്ഹും കൊണ്ടും അതുപോലെ ഹുബ്ബും കൊണ്ട് യുബല്ലിഗുൽ അമൽ, നമ്മളുടെ പ്രതീക്ഷകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകാര്യമാക്കി തരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിലിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് കൊണ്ട്, അവിടുത്തെ പരിശുദ്ധമായ മഹബ്ബത്ത് കൊണ്ട്, അവിടുത്തെ പരിശുദ്ധമായ സ്നേഹം കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നീ നിറവേറ്റി തരണേ തമ്പുരാനെ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. പോരാ, അവിടെ തീരുന്നില്ല. ബഹുമാനപ്പെട്ടവർ മദ്ഹിൻ്റെ ആ കൂട്ടത്തിൽ വീണ്ടും പറയുകയാണ്, വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. വലഹു, ആ മഹബ്ബത്ത് വെക്കുന്ന ആൾക്ക്, മദ്ഹ് പറയുന്നവർക്ക്, മദ്ഹ് കേൾക്കുന്നവർക്ക്, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നവർക്ക്, അതിനുവേണ്ടി ചിന്തയുള്ള ആളുകൾക്ക്, ആ ചിന്തയുമായി നടക്കുന്ന ആളുകൾക്ക്, മദ്ഹുമായി മഹബ്ബത്തുമായി നടക്കുന്നവർക്ക്, വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ, അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനൈലി ഷഫാഅത്തിൻ, നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഷഫാഅത്ത് ചെയ്യാമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് ഏറ്റിരിക്കുന്നു. ആ ആളുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ർസുഖ്നാ ഷഫാഅത്ത, റബ്ബേ ഹബീബിൻ്റെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ. ഏറ്റവും വലിയ ഷഫാഅത്ത് നാളെ മഹ്ശറയിലുണ്ട്. ഓരോ നിമിഷവും റസൂലുള്ളാഹിൻ്റെ ഷഫാഅത്തുണ്ട്. നമ്മൾ അല്ലാഹുവിൻ്റെ ഹബീബിന് ഒരു സലാം പറയുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാമിന് മറുപടിയായിട്ട് പറയും. നമസ്കാരത്തിൽ നമ്മൾ സലാം പറയുമ്പോൾ, നമസ്കാരത്തിൽ ഇപ്പം നമ്മൾ സലാം പറയുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നമസ്കാരത്തിൽ അള്ളാഹുവിനോട് നേരിട്ടാണ് നമ്മളെല്ലാം പറയുന്നത്. വജ്ജഹത്തു വജ്ഹിയ ലില്ലദി തുടങ്ങി അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ല, എല്ലാം അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു, അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും. എന്നാൽ അതിൻ്റെ ഇടക്ക് ഒരാളോട് സലാം പറയണം. ആ സലാം ഉൾക്കൊള്ളുന്ന അത്തഹിയ്യാത്ത് ഓതിയിട്ടില്ലെങ്കിൽ നമസ്കാരം സഹിയാകില്ല. ഒരാൾ ആ സലാം ഒഴിവാക്കിയിട്ട് അത്തഹിയ്യാത്ത് ഓതിയാൽ നമസ്കാരം സഹിയാകില്ല. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ സലാം പറയും. നമസ്കരിക്കുന്ന സമയത്ത് ഓരോ നിമിഷവും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് നമ്മൾ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഇഹ്യായിൽ പറയുന്നുണ്ട്, നിങ്ങൾ സലാം പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തിരിച്ചു പറയുമെന്ന ആ ഉറപ്പോടുകൂടെയാണ് സലാം പറയേണ്ടത്. നമ്മളെങ്ങനെ പറയുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ മദീനയിൽ നിന്നുള്ള സലാം തിരിച്ചു കേട്ടിട്ടില്ലാതെ ഒരു മഹാന് ബാക്കി ചൊല്ലാറുണ്ടായിരുന്നില്ല തഹിയ്യാത്തിൽ. അതാണ് മഹബ്ബത്ത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടത്തോടുള്ള മഹബ്ബത്തും അവിടത്തോടുള്ള സ്നേഹവും അവിടത്തെ നമ്മൾ സ്വീകരിക്കുന്നതും ഏത് സമയത്തും അവിടത്തെക്കുറിച്ചുള്ള ചിന്തയും ദുനിയാവിലും ആഖിറത്തിലും നമ്മളുടെ വിജയത്തിന് കാരണമാണ്. വലഹു ബിനൈലി ഷഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അപ്പോൾ അള്ളാഹു റബ്ബിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് ഷഫാഅത്ത് ചെയ്യാമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റു. എന്താ കാര്യം വേണ്ടത്? ഹബീബിനോടുള്ള മഹബ്ബത്തും അവിടത്തോടുള്ള മദ്ഹും അവിടത്തെക്കുറിച്ചുള്ള. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാളി റളിയല്ലാഹു തആല അൻഹു നീണ്ട വരികളാണത്. അതിലെ ബാക്കി വരികൾ ഇങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ സ്നേഹത്തിൻ്റെ
ആ ചാവിയുമായിട്ട് ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് പാടാൻ തുടങ്ങിയ സമയത്ത് പിന്നെ എന്താ സംഭവിച്ചത്? യാ അക്റമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ് യാ അക്റമൽ ഖുറമാ അലാ അഅതാബികും. ഏറ്റവും നല്ല വരികളാണ് പ്രിയപ്പെട്ടവരെ. അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം. ബഹുമാനപ്പെട്ടവർ എഴുതി കഴിഞ്ഞപ്പോൾ, ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ബഹുമാനപ്പെട്ടവർ ഇത് പാടിക്കഴിഞ്ഞപ്പോൾ അതെവിടെ എഴുതിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബർ ഷരീഫ് ഉൾക്കൊള്ളുന്ന ആ ഹുജറയുടെ ഉള്ളിൽ അത് സ്വീകാര്യമായി ഗവൺമെൻറ് അത് പ്രത്യേകമായി എഴുതി തൂക്കി വെച്ചു എന്ന അതാണ് ലഭിച്ചത്. അതുമാത്രമല്ല, ഇനി ഞാൻ പറയാൻ പോകുന്നുണ്ട് പ്രിയപ്പെട്ടവർ എന്ത് സംഭവിച്ചു എന്ന്. യാ അക്റമൽ ഖുറമാ അലാ അഅതാബികും. എന്തൊരു വരികളാണ് ബഹുമാനപ്പെട്ടവർ പാടുന്നത്, പറയുന്നത്. യാ അക്റമൽ ഖുറമാ അലാ അഅതാബികും. കരീമുകളിൽ കരീമായവരെ, ലോകത്തുള്ള കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കരീമായവരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലാ അഅതാബികും, അങ്ങയുടെ ഉമ്മറപ്പടിയിൽ. ഉറുദുവിലുണ്ട് അങ്ങനെ ഒരു പ്രയോഗം, ജൗക്കട്ട് തെരി ചൗക്കട്ട് പേ ആയാ ഹും ഖാജ. ഉമ്മറപ്പടികൾ, അങ്ങയുടെ ഉമ്മറപ്പടികൾ, മഹബത്തിൻ്റെ ഈ ഉമ്മറപ്പടിയിൽ, സ്നേഹത്തിൻ്റെ ഈ ഉമ്മറപ്പടിയിൽ, തൗഹീദിൻ്റെ ഈ ഉമ്മറപ്പടിയിൽ അള്ളാഹുവിൻ്റെ ഹബീബെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യക്കടലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഈ മദീനത്ത് അങ്ങയുടെ ഈ ഉമ്മറപ്പടിയിൽ ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. ഫഖീറായ ഉമർ ഇതാ വന്നിരിക്കുന്നു. എന്താ ഫഖീർ? എന്താ ഫഖീർ? കയ്യിൽ പണമില്ലാത്തവനാണോ ഫഖീർ? അതല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഉൻവാനു തൗഫീഖിൽ ഉദ്ധരിച്ച ഫഖീറാണ് ഇവിടെ പറയുന്നത്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. പരിശുദ്ധമായൊരു വരിയുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസ് അബീമുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ വരികൾക്ക് വിശദീകരണം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഫഖീർ എന്ന് പറഞ്ഞാൽ അൽ ഫഖീറു ഹുവൽ മുതജർരിദു അനിൽ ഖലായിഖി വൽ മുഅരിദു അനിൽ അവൈഖി ലം യബ്ഖ ലഹു ഖിബ്ലത്തുൻ വലാ മഖ്സദുൻ ഇല്ലല്ലാഹ് വതഹഖഖ ബിഹഖീഖത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു വല്ലാത്ത ചിന്തയില്ലാതെ എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കി അള്ളാഹുവിലേക്ക് മാത്രമായി, അള്ളാഹുവാണ് അവൻ്റെ ഖിബല, അള്ളാഹുവാണ് എൻ്റെ ഉദ്ദേശം, അവൻ്റെ ചിന്ത, അവൻ്റെ കരുത്ത് എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് ഉൾക്കൊണ്ട, അതിൻ്റെ ഹഖീഖത്തുണ്ട് ഉൾക്കൊണ്ട, അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ഒരു മുഅ്മിനായ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഫഖീർ. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു പറയാ, യാ അക്റമൽ ഖുറമാ അലാ അഅതാബികും. ഈ ഉമ്മറപ്പടിയിൽ ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും, അങ്ങയുടെ സാന്നിധ്യത്തിന് എന്തെങ്കിലുമൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഫഖീറായ ഉമർ ഇവിടെ വന്നിരിക്കുക, യഥാർത്ഥ മുഅ്മിനായിട്ട്, അങ്ങയുടെ ആശിഖായി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ അടുത്ത് അമലൊന്നുമില്ല. ഇർജുൽ അതാ അലൽ ബുകാഇ ബിബാബികും. ഈ വാതിൽക്കൽ വന്നിട്ട് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ട് എന്തെങ്കിലും ലഭിക്കണമെന്ന് ഈ ഫഖീറായ ഉമർ ആഗ്രഹിക്കുന്നു. അല്ലാതെ എൻ്റെ അടുത്ത് അമലില്ല. നമ്മളുടെയൊക്കെ അമലിൻ്റെ അവസ്ഥ എന്താ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുത്തെ പരിശുദ്ധമായ സ്വലാത്ത്, അവിടുത്തെ ദിക്ർ, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ദർബാറിൽ ഇത് സ്വീകരിക്കപ്പെടും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് കരഞ്ഞു. പക്ഷേ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗബ ചെയ്തപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചു. ചോദിച്ചു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, എവിടുന്നേ കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, എന്നെ പടച്ച സമയത്ത് എൻ്റെ റൂഹ് ഊതിയപ്പോൾ ഞാൻ അർശിൻ്റെ മുകളിലേക്ക് നോക്കി, ആദ്യം ഞാൻ കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, നിൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റിയൊരു പേര് ഒരാളുണ്ടെങ്കിൽ അത് നിൻ്റെ അടുത്ത് അത്രയും ശ്രേഷ്ഠരായവരായിരിക്കും.
അപ്പം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അത് നിങ്ങളുടെ മക്കൾ പരമ്പരയിൽ വരുന്ന താവഴിയിൽ വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നൽകുന്ന നുബുവത്തും റിസാലത്തൊക്കെ അവിടത്തോടുകൂടെ അവസാനിക്കും. ആകാശലോകങ്ങൾ മാത്രമല്ല, എല്ലാം പടക്കാൻ കാരണക്കാർ അവരാണ്. നിങ്ങളുടെ കാര്യത്തിലല്ല, എല്ലാ ആളുകളുടെ കാര്യത്തിലും നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. അപ്പോൾ പറയാം ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു, യാ അക്രമൽ ഖുറമാ അലാ അഅതാബിക്കും, യാ അക്രമൽ ഖുറമാ അലാ അഅതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും യർജുൽ അതാഅ അലൽ ബുകാഇ ബിബാബിക്കും വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിൻ്റെ ഹബീബെ, ഈ ഉമ്മറപ്പടിയിൽ എനിക്ക് സമർപ്പിക്കാൻ അങ്ങയോടുള്ള മഹബത്തല്ലാതെ, അങ്ങയെക്കുറിച്ചുള്ള ചിന്തയല്ലാതെ, അങ്ങയെക്കുറിച്ച് ഞാൻ ഓർത്തിട്ട് കരഞ്ഞ കണ്ണുനീരല്ലാതെ അല്ലാഹുവിൻ്റെ ഹബീബെ എൻ്റെ മുമ്പിൽ സമർപ്പിക്കാനൊന്നുമില്ല. എൻ്റെ ഇബാദത്തുകളോ, എൻ്റെ നമസ്കാരങ്ങളോ, എൻ്റെ നോമ്പോ, എൻ്റെ മറ്റു ഇബാദത്തുകളോ അതൊന്നും വച്ചാൽ റബ്ബുൽ ഇസ്സത്തിൻ്റെ അടുത്ത് സ്വീകാര്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങയുടെ പരിശുദ്ധമായ ഈ സാന്നിധ്യത്തിൽ വെച്ച് അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞാൽ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ حبيب الله إذ جئت طيبة روم زورة قبره فهناك قمت أشم ريان شره أغميت مدهوشا لهيبة قدره حبا وإن كنت المسيء أثيما صلوا عليه وسلموا تسليما إذ جئت طيبة ഈ ത്വയ്ബയിലേക്ക് ഞാൻ വന്നപ്പോൾ മദീനക്കൊരുപാട് പേരുണ്ട്. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പേര് യസ്രിബ് എന്നാണ്. പക്ഷേ ഒരുപാട് പേരുകൾ മദീനക്കുണ്ട്. മദീനത്തുർ റസൂൽ എന്നത് അല്ലാഹുവിൻ്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്. പരിശുദ്ധമായ മദീന, ഖുർആൻ പറഞ്ഞ് പരിചയപ്പെടുത്തിയ മദീന. ത്വയ്ബ എന്നത് അവിടുത്തെ പേരാണ്. ത്വാബ എന്ന മദീനയുടെ പേരാണ്. യസ്രിബ് എന്നത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധ മദീനയുടെ പേരാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധമായ നാടിൻ്റെ ത്വയ്ബ എന്ന പേര്, ത്വാബ എന്ന പേര്, അതുപോലെ ഒരുപാട് നാമങ്ങൾ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ജിഅ്തു ത്വയ്ബത, ഞാൻ ത്വയ്ബയിലേക്ക് വന്നപ്പോൾ റൗമ സൗറത്തി ഖബ്രിഹി, മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ ഹബീബിൻ്റെ, എൻ്റെ സ്നേഹഭാജനത്തിൻ്റെ, എൻ്റെ മെഹബൂബിൻ്റെ, എൻ്റെ മാഷൂഖിൻ്റെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, എൻ്റെ റൂഹിൻ്റെ ഭാഗമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, എൻ്റെ നാവിൻ്റെ രാഗമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, എൻ്റെ ഹൃദയത്തിൻ്റെ രാഗമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, എൻ്റെ ജീവൻ്റെ ജീവനായ മുഹമ്മദുർ റസൂലുള്ളാഹ്, എൻ്റെ ജീവൻ്റെ ത്യാഗമായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നോ ആ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ ആർക്ക് വേണ്ടി മരിക്കാൻ കൊതിക്കുന്നോ ആ മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെ കണ്ണിൻ്റെ ആഗ്രഹമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ പൂമുഖം മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന ലോകത്തിൻ്റെ സൗന്ദര്യം മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് കടക്കുന്ന പരിശുദ്ധമായ ത്വയ്ബയിൽ ഞാനൊന്ന് സിയാറത്തിന് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ മഹത്വം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ, കാണാൻ കഴിയാതെ, എൻ്റെ മനസ്സിനാവാഹിക്കാൻ കഴിയാതെ ഞാനിതാ ബോധരഹിതനായി വീണിരിക്കുന്നു. ഈ പാടുന്നതിനിടക്ക് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു അവിടെ ബോധമറ്റ് വീഴുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് കൊണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം കൊണ്ട് അള്ളാഹിൻ്റെ ഹബീബിനെ കണ്ടിട്ടാണ് പാടുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിനെ അവിടുത്തെ കണ്ണുകൾ കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടാണ് പാടുന്നത്.
ഉഗ്മീതു മദ്ഹൂശൻ ലിഹൈബത്തി ഖദ്രിഹി. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഈ പരിശുദ്ധമായ സ്ഥാനം ഉൾക്കൊള്ളാൻ കഴിയാതെ, അതെനിക്കെൻ്റെ മനസ്സിനാവാഹിക്കാൻ കഴിയാതെ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മഹത്വം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ആരാണ് ഈ മദീനയിൽ കിടക്കുന്നത്? ആകാശലോകങ്ങൾ പടക്കാൻ കാരണക്കാരായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അർശിൻ്റെ മുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പേരെഴുതി വെച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്, സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പേരെഴുതി വെച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് കഴിച്ചാലും, ഏത് പഴത്തിൻ്റെ മുകളിലും ഏത് മധുരത്തിൻ്റെ മുകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരൊറ്റ നാമമാണ് എഴുതി വച്ചിരിക്കുന്നത്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ ഇലവർഗ്ഗങ്ങളുടെ മുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എഴുതി വെച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് തന്നെ പറയട്ടെ, ഞാൻ 7 ആകാശങ്ങൾ കയറിയിട്ട് അല്ലാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രി പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോലും എൻ്റെ നാമം അല്ലാഹുവിൻ്റെ നാമത്തിൻ്റെ കൂടെ എഴുതി വെക്കപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. ലോകത്ത് കഴിഞ്ഞു പോയ അംബിയാ മുർസലീങ്ങളുടെ പരിശുദ്ധമായ ദിക്ർ, അവരുടെ നാവിലൂടെ അവർ ചൊല്ലിയ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അവരുടെ റൂഹിൽ അവർ ചേർത്ത് വെച്ച ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരും ആഗ്രഹിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹിനെ, അവരും സ്വലാത്ത് ചൊല്ലിയത് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക്, അവരും ബഹുമാനിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക്, അവർ സന്തോഷ വാർത്ത പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹിനെ കുറിച്ച്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ് ഉഗ്മീതു മദ്ഹൂശൻ ലിഹൈബത്തി ഖദ്രിഹി. റസൂലുള്ളാഹിനെ കാണാൻ കഴിയാതെ, ഹബീബിൻ്റെ ആ മഹത്വം ഉൾക്കൊള്ളാൻ കഴിയാതെ ഞാനിതാ ബോധരഹിതനായി വീണിരിക്കുന്നു. ഉഗ്മീതു മദ്ഹൂശൻ ലിഹൈബത്തി ഖദ്രിഹി. ഹുബ്ബൻ, അതെൻ്റെ ഹുബ്ബ് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ടാണ്. വ ഇൻ കുൻതുൽ മുസീഅ അസീമ, ആ രാത്രികാലങ്ങളിൽ ഇബാദത്ത് ചെയ്തിരുന്ന, തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചിരുന്ന, പരിശുദ്ധമായ ഇബാദത്തിലും റിയാദത്തിലും ജീവിതം ധന്യമാക്കിയ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്, വ ഇൻ കുൻതുൽ മുസീഅ അസീമ, ഞാൻ ഏറ്റവും തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും പാപിയാണെങ്കിലും പാപപങ്കിലമായ ഹൃദയവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു മഹബത്തുണ്ട്, ഒരു ഹുബ്ബുണ്ട്. ആ ഹുബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നൽകുമാറാവട്ടെ. ആ മഹബത്ത് കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശുദ്ധിയാക്കട്ടെ. ആ മഹബത്ത് കൊണ്ട് നമ്മളുടെ മനസ്സ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ക്ലിയർ ആക്കി തരുമാറാവട്ടെ. ഒരിക്കലെങ്കിലും റബ്ബേ ആ ഹബീബിനെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ് ഹുബ്ബൻ വ ഇൻ കുൻതുൽ മുസീഅ അസീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. എപ്പോഴാ കവാടം തുറന്നതെന്നറിയുമോ? ബഹുമാനപ്പെട്ടവർ പിന്നെ പാടി, മജഫദും സാലമിൻ ഐനൈനി ലാകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിൻ്റെ ഹബീബേ, ഞാനിവിടെ മാത്രം കരഞ്ഞതല്ല, ഞാൻ എൻ്റെ മഹാനായ ഖുതുബുസ്സമാൻ, എൻ്റെ ശൈഖവറുകളായ, എൻ്റെ ആത്മീയ ഗുരുവായ മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദി ബഹുമാനപ്പെട്ട സയ്യിദുന അലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മമ്പുറം തങ്ങൾ ആ ബഹുമാനപ്പെട്ടവരുടെ കൈപിടിച്ചിട്ട് ഈ പരിശുദ്ധമായ മദീനത്തേക്ക് വന്നതാണ്. അന്നു മുതൽ ഞാൻ കരയുന്നതാണ്. ഒന്ന് കാണണമെന്നാഗ്രഹിച്ചുകൊണ്ട്, ഒന്നവിടത്ത് കാണണമെന്നാഗ്രഹിച്ചുകൊണ്ട് കരയുന്നതാണ്. ഈ സവിധത്തിലേക്ക് വരണമെന്നാഗ്രഹിച്ച് കരയുന്നതാണ്. മജഫദം ഉൻസാലമിൻ ഐനൈനി, എൻ്റെ ഈ കണ്ണിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ണുനീർ ഹബീബേ ഒരിക്കലും വറ്റി വരയിടുകയില്ല, ഒരിക്കലും ഉണങ്ങിപ്പോവുകയില്ല റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്തും എൻ്റെ ഈ കണ്ണുനീര് പച്ചയായിട്ട് അങ്ങക്ക് കാണാൻ കഴിയും. മഹാനായ ബൂസീരി ഇമാം റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിട്ട് കണ്ണുനീരിൻ്റെ കൂടെ രക്തം വരാൻ തുടങ്ങി.
രാത്രി ഉറക്കം പോയി എന്തോർത്തിട്ട് പ്രിയപ്പെട്ടവരെ, ഹബീബിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു മിന്നറിയുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കുറിച്ച്, ഒരു കാറ്റ് വരുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു കാറ്റ് വരുന്ന സമയത്ത്, ഒരു ശബ്ദം വരുമ്പോൾ ഹബീബിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന കാറ്റാണ്, ഹബീബിൻ്റെ ആ പരിശുദ്ധമായ നാട്ടിൽ നിന്ന് വരുന്ന, മദീനത്ത് നിന്ന് വരുന്ന, അവിടെ നിന്ന് പ്രകാശം പരത്തി വരുന്ന മിടിമിന്നലാണ് എന്നോർത്തിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് കരഞ്ഞ്, ആകാശത്തിലേക്ക് നോക്കി കരഞ്ഞ മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിട്ട് അവസാനം കണ്ണുനീര് വറ്റിയിട്ട് രക്തം വരാൻ തുടങ്ങി. അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ആശിഖീങ്ങളുടെ അവസ്ഥ. അതേ ക്രമത്തിൽ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മജഫദം ഉൻസാല മിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി. എൻ്റെ ഈ കവിൾത്തടങ്ങളിലൂടെ ആ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ. മജഫദം ഉൻസാല മിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ് മിൻ ഹുബ്ബി ഖൽബി. എൻ്റെ കൽബിൻ്റെ ഉള്ളിലുള്ള മഹബത്താണ്, നാവിലുള്ള മഹബത്തല്ല. നാവ് കൊണ്ട് ഞാൻ പറയുന്നത് മാത്രമല്ല, ഞാൻ എൻ്റെ നാവ് കൊണ്ട് പാടുന്ന കവിത മാത്രമല്ല ഹബീബേ, എൻ്റെ കൽബിൻ്റെ അകത്തളങ്ങളിൽ അങ്ങയോടുള്ള മഹബത്താണ്. സഹാബി വര്യന്മാർ അവർക്ക് കാണാൻ സാധിച്ചു, അങ്ങയെ എനിക്ക് കാണാൻ സാധിച്ചില്ല. സഹാബി വര്യന്മാർക്ക് അങ്ങയുടെ പിന്നിൽ നമസ്കരിക്കാൻ കഴിഞ്ഞു, എനിക്കതിന് സാധിച്ചില്ല. ഹബീബിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ സാധിച്ചവർക്ക് ഉംറ ചെയ്യാൻ സാധിച്ചു, അവിടുത്തെ കൂടെ ജമാഅത്തിൽ കൂടാൻ സാധിച്ചു. അതൊന്നും സാധിക്കാത്ത അങ്ങയുടെ കൂടെ കഴിയാൻ സാധിക്കാത്ത ഈ പാവപ്പെട്ട ഉമർ ഇവിടെ വന്നിട്ട് കരയുകയാണ്, റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി. ഈ കരച്ചിലിൻ്റെ കണ്ണുനീര് ഹബീബേ ഞാൻ ജീവിതകാലത്ത് മുഴുവൻ കരഞ്ഞോളാം. ഒമൈത്തൻ ഞാൻ മരിച്ചിട്ട് എൻ്റെ മണ്ണിൽ എൻ്റെ ഖബറിലേക്ക് എന്നെ വെച്ച് കഴിഞ്ഞാലും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ആ കണ്ണുനീരിൻ്റെ ബാക്കി പത്രം എൻ്റെ ഖബറിലെ മൺതരികളിലുണ്ടാകും റസൂലേ. അതല്ലാഹു സാക്ഷിയാണ്, അങ്ങ് സാക്ഷിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നങ്ങ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗളയുടെ ആ അടക്കപ്പെട്ട കവാടം, പൂട്ടിയിടപ്പെട്ടിരിക്കുന്ന കവാടം മഹബത്തിൻ്റെ ആ ചാവി കൊണ്ട്, ഇഷ്കിൻ്റെ ചാവി കൊണ്ട്, മദ്ഹുവിൻ്റെ ചാവി കൊണ്ട് അങ്ങ് തുറന്നു. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഹുബ്ബുൻ നബിയ്യി വമദ്ഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ